ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് ബദാം കായ കിടക്കുന്നുണ്ട്. അപ്പോൾ 2-3 ബദാം പെറുക്കിയെടുത്ത് 2-3 ബദാമൊക്കെ പെറുക്കിയെടുത്ത് ഹോസ്റ്റലിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഇന്നലെ മുക്കി വെച്ചൊരു യൂണിഫോം അലക്കാനുണ്ടായിരുന്നു. പിന്നെ അത് ചെന്ന് അലക്കിയിട്ടു. എനിക്ക് യൂണിഫോം അലക്കുന്ന കാര്യം ഭയങ്കര മടി, എന്താണോ ആവും. അങ്ങനെ യൂണിഫോം എല്ലാം അലക്കിയിട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മെയിൻ താരത്തിനെ നമ്മൾ കല്ല് വെച്ച് അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി എടുത്തത്. അങ്ങനെ ഈ ബദാം എല്ലാം തല്ലിപ്പൊടിച്ചുകൊണ്ട സമയത്താണ് ഞാനൊരു കാര്യം ഓർത്തത്. പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ 6-ലോ 7-ലോ പഠിക്കുന്ന സമയത്ത് ഡ്രിൽ പീരീഡ് ഉണ്ട്. അപ്പോൾ ഈ ഡ്രില്ലിന് വിടുമ്പോഴേ ഞങ്ങൾ നേരെ ഓടുന്നത് ഈ ബദാമിൻ്റെ ചോറിലോട്ടാണ്. ഞങ്ങളുടെ ഗ്രൗണ്ട് വലിയ ഗ്രൗണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രൗണ്ടിൻ്റെ അങ്ങേ അറ്റത്ത് 2 വലിയ ബദാമിൻ്റെ ട്രീ ഉണ്ടായിരുന്നു. അതിൻ്റെ ചോറിലായിരുന്നു ഞങ്ങളെല്ലാം. ഞങ്ങൾ അവിടെ ഇരുന്നത് ഈ ബദാം തല്ലിപ്പൊട്ടിക്കലും പരിപാടിയൊക്കെയാണ്. ഞാനായിരുന്നു ഈ ബദാമൊക്കെ തല്ലിപ്പൊട്ടിച്ച് എല്ലാവർക്കും കൊടുക്കുന്നത്. ലൈക്ക് അവരെ കൊണ്ട് പൈസ തരും, അതായത് ഇല കൊണ്ട് പൈസ തരും, ഞാനിത് വിൽക്കും. അങ്ങനെയൊക്കെ ഞങ്ങൾ പണ്ട് കളിക്കുന്നു. ഈ നൊക്ലാടി ചിരിച്ചു. അപ്പോൾ എന്നിട്ടുണ്ടല്ലോ, ഈ സാധനം ഈ കുറേ ബദാമും കല്ലും പെറുക്കി ഞങ്ങൾ ക്ലാസ്സിൽ പോയിട്ട് ഈ ലാസ്റ്റ് പീരീഡൊക്കെ ആകുമ്പോൾ, ലാസ്റ്റ് പീരീഡ് മിക്കപ്പോഴും മാത്സാണ്. ആ മാത്സ് പീരീഡ് ഞങ്ങൾ പോയിട്ട് മാത്സ് മിസ്സ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സാണ്. അപ്പോൾ ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് ഞങ്ങൾ ഈ ബദാം കല്ല് വെച്ച് തല്ലിപ്പൊട്ടിക്കലൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പരിപാടി. അപ്പോൾ ഈ ബദാങ്ക പെറുക്കി എടുത്തപ്പോൾ എനിക്കങ്ങനെ നൊസ്റ്റാൾജിയൊക്കെ അടിച്ചു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാനൊരു പേരയ്ക്കയും കൂടെ പറിച്ചിരുന്നു. പേരയ്ക്ക ഒന്നും വലിയ മൂത്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരൊറ്റ പേരയ്ക്ക ഉള്ളായിരുന്നു, ചെറുതായിട്ട് മൂത്തത്. പിന്നെ പേരയ്ക്ക ഞാൻ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അതെന്നെ അങ്ങോട്ട് വിളിക്കും. അങ്ങനെ ലാസ്റ്റ് ഞാൻ വലിച്ച് പറിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ ഈ പേരയ്ക്ക മൂത്താന്നോർത്താണ് ഞാൻ പറിച്ചത്. പക്ഷേ ട്വിസ്റ്റ് ഉണ്ട്. ഈ പേരയ്ക്ക വായിക്കകത്ത് വെച്ചതും ഭയങ്കര കയ്പ്പാണ്. ഞാൻ അപ്പം തന്നെ തുപ്പിക്കളഞ്ഞു. നിങ്ങൾ ആ കറുത്ത വട്ടം കാണുന്നുണ്ടോ? അത് കേടാണ്, ഞാനത് കണ്ടില്ലായിരുന്നു. ഞാനത് വലിച്ചു പറിച്ച് തിന്നു. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയി ഇന്ന് ഫ്രഷപ്പായി കുളിച്ചെടുത്തു. കുളിയെല്ലാം കഴിഞ്ഞ് കുറേ ലിപ്സ്റ്റിക്കും ലിപ് ലൈനറും ഒക്കെ ഇങ്ങനെ വാഴ്ത്തിച്ച് വെച്ചു. എന്തിനാണെന്നറിയില്ല, വെറുതെ. ഈ ലിപ്സ്റ്റിക്കൊന്നും ഇല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്ട് പോലെ. അതുകൊണ്ട് ഇങ്ങനെ വാഴ്ത്തേറി ഇടുന്ന കേട്ടോ, വേറെ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ബൈ, നാളെ കാണാം. അപ്പോൾ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബൈ.